Hi guys, good morning from Amsterdam. ഇന്നെൻ്റെ 4th day in Europe ആണ്. Similarly 4th day in Amsterdam ആണ്, but last day in Amsterdam. അപ്പോൾ ഇന്നത്തെ എൻ്റെ പ്ലാൻ എന്ന് പറഞ്ഞാൽ കുറച്ച് പെൻഡിങ് കാര്യങ്ങളുണ്ട്. അതായത് ഫസ്റ്റ് ഡേയിൽ ഒരു ഹാഫ് ഡേ സ്പെൻഡ് ചെയ്യാൻ വിചാരിച്ചിരുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ നീണ്ടുപോയായിരുന്നു. അപ്പോൾ അങ്ങനത്തെ കുറച്ച് പെൻഡിങ് ആയിട്ടുള്ള കാര്യങ്ങളും പിന്നെ ഇന്നത്തേക്ക് പ്ലാൻ ചെയ്തിരിക്കുന്ന കാര്യങ്ങളും എല്ലാം കൂടിയിട്ട് എനിക്ക് ഇന്ന് കവർ ചെയ്യണം. പിന്നെ കുറച്ച് മസ്റ്റ് ട്രൈ ഫുഡ് ഐറ്റംസ് ഇന്ന് എനിക്ക് ട്രൈ ചെയ്യണം. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ പ്ലാൻ. അപ്പോൾ ഇന്നലെ വാൻ സ്റ്റെപ്പിൽ അവിടെ പോയപ്പോൾ അവിടുത്തെ കുക്കീസ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇന്ന് 10 മണിക്കാണ് അവർ ഓപ്പൺ ആവുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഫസ്റ്റ് അങ്ങോട്ടാണ് പോകുന്നത്. ഓൾറെഡി 10 മണിയായി. അവിടെ ചെല്ലുമ്പോൾ വലിയ ക്യൂ ഒക്കെ കാണുമായിരിക്കും. അപ്പം ഫസ്റ്റ് സ്റ്റോപ്പ് വിൽ ബി വാൻ സ്റ്റെപ്പിൽ. ഇന്ന് എന്തായാലും നമ്മളത് കഴിച്ചിട്ടേ ബാക്കി നീങ്ങുന്നുള്ളൂ. My heart, don't be so terrified to live my dreams, don't need to compromise. Cut the noise, don't have to sacrifice. I don't need to hear your voice in my paradigm. I'm living my life on the line. ഇങ്ങനെയാണ് ഈ കുക്കീസ് കാണാൻ. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ നമുക്ക് അവിടെ ക്യൂ നിൽക്കുമ്പോൾ കാണാൻ പറ്റും കേട്ടോ. ആദ്യം ഒരു ലെയർ ചോക്ലേറ്റ്, അതിനകത്ത് മിൽക്ക് ചോക്ലേറ്റ് വയ്ക്കും. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ വീണ്ടും ഒരു ലെയർ ചോക്ലേറ്റ് വയ്ക്കും. എന്നിട്ടാണത് ബേക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രൊസീജിയർ നമുക്ക് കാണാൻ പറ്റും അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. സോ എനിവേയ്സ് ഇങ്ങനെയാണ് ഈ കുക്കി ഇരിക്കുന്നത്. ഇനി ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറയാം, ലൈക്ക് if it is worth the hype. Oh my god. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരെണ്ണം കൂടെ കയറി വാങ്ങിച്ചാലോ എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. കാരണം ഇപ്പോഴാണെങ്കിൽ വലിയ തിരക്കില്ല, പിന്നെ വരുമ്പോൾ ഭയങ്കര തിരക്കായിരിക്കും. ഒന്നുകൂടെ വാങ്ങിച്ച് വെച്ചാലോ എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് കണ്ടോ, ഒത്തിരി സ്വീറ്റ് ലവർ അല്ല ഞാൻ, പക്ഷെ സ്റ്റിൽ എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സോ ആംസ്റ്റർഡാമിൽ വരുമ്പം ഒന്ന് ട്രൈ ചെയ്ത് നോക്കും കേട്ടോ, അടിപൊളി സാധനം. ഞാൻ ഒറ്റ ഇരിപ്പിൽ ആ കുക്കീസ് തീർത്തു കേട്ടോ. ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് എടുത്തിട്ട് ബാഗിൽ വെക്കാം, ഇടയ്ക്കിടയ്ക്ക് കുറച്ച് കഴിക്കാം, അങ്ങനെ വിചാരിച്ചത്. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാനത് ഒറ്റ ഇരിപ്പിൽ അവിടെ തന്നെ ഇരുന്ന് കഴിച്ചു. ഇനി നെക്സ്റ്റ് ഞാൻ പോകുന്നത് ആൽബർട്ട് ക്വീപ്പ് മാർക്കറ്റിലേക്കാണ്. അവിടുന്ന് ഒരു സ്ട്രൂപ്പ് വാഫിൾ ട്രൈ ചെയ്യണം എന്ന് എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഞാൻ നോട്ട് ചെയ്ത്, ഞാൻ ഉദ്ദേശിച്ചിരുന്ന ഷോപ്പ് ഇന്ന് ക്ലോസ്ഡ് ആണെന്നാണ് കാണിക്കുന്നത്. ഒരു റൂഡീസ് ഒറിജിനൽ സ്ട്രൂപ്പ് വാഫിൾസ് എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണമായിരുന്നു എനിക്ക് ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ അതിൽ കാണിക്കുന്നത് തേഴ്സ്ഡേ, വെനസ്ഡേ ആൻഡ് സൺഡേ അവർ ക്ലോസ്ഡ് ആയിരിക്കും എന്നാണ്. അപ്പം പക്ഷേ സ്റ്റിൽ ഐ എം ഗോയിങ് ടു ദാറ്റ് മാർക്കറ്റ്. അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ ട്രൈ ചെയ്യാം. ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഞാനിപ്പം ഈ കുക്കീസ് മാത്രമേ കഴിച്ചിട്ടുള്ളൂ. സോ സ്ട്രീറ്റ് ഫുഡാണ് അവിടുത്തെ മെയിൻ. അപ്പം എന്തെങ്കിലും കിട്ടുമോ നോക്കാം. കിട്ടുവാണെങ്കിൽ അതും കൂടി കഴിക്കാം. ഇല്ലെങ്കിൽ ആ മാർക്കറ്റ് ഒന്ന് നടന്ന് കണ്ടിട്ട് വേറെ എവിടെയെങ്കിലും പോയി ഇരുന്ന് കുറച്ച് ബ്രഞ്ചായിട്ട് എന്തെങ്കിലും കഴിക്കാം. അങ്ങനെയാണ് ഞാനിപ്പോൾ വിചാരിക്കുന്നത്. പക്ഷെ ഇന്ന് നല്ല തണുപ്പുണ്ട് കേട്ടോ ഇവിടെ. എനിക്ക് കൈയൊക്കെ ഭയങ്കരമായിട്ട് തണുക്കുന്നു. ഞാൻ ഇന്നലെയും മിനിഞ്ഞാന്നൊക്കെ തണുപ്പ് കുറവായിരുന്നതുകൊണ്ട് ഗ്ലൗസ് ഒന്നും ഇന്ന് എടുത്തിട്ടുമില്ല. റൂമിൽ വെച്ചിട്ടാണ് വന്നത്. അതുകൊണ്ട് നല്ല തണുപ്പായതുകൊണ്ട് ഞാൻ വിചാരിച്ചൊരു ക്യാപ്പച്ചിനോ വാങ്ങിച്ചിട്ട് ഇങ്ങനെ ചൂടോടെ പിടിക്കാൻ നല്ല സുഖമല്ലേ. അപ്പോൾ അങ്ങനെ വാങ്ങിക്കാമെന്ന് വിചാരിച്ച് ചെന്നപ്പം കോഫി മെഷീൻ്റെ അവിടെ നിന്ന് എൻ്റെ കാർഡ് വർക്കായില്ല. അപ്പം അവിടെ നിന്നിരുന്നൊരു ചേട്ടൻ ഹി ഓഫേർഡ് ടു പേ ഫോർ മീ. ഞാൻ ക്യാഷായിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞു. പക്ഷേ ഹി ടോൾഡ് ഇറ്റ്സ് ഓക്കെ, എൻജോയ് ദ കോഫി എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്കിത് വാങ്ങിച്ചു തന്നു. ഐ കാൺട്ട് ബിലീവ് സമൺ ഓഫേർഡ് ടു ഡു ദാറ്റ് ഫോർ മീ. നൈസ്. In the city
കുറേ ഷോപ്സിൽ മറ്റേ ഫ്രിഡ്ജ് മാഗ്നറ്റ്സ് കാണുന്നുണ്ട്. പക്ഷേ ഞാൻ ഇന്നലെ മറ്റേ ബ്ലൂമൻ മാർക്കറ്റിൽ കൂടെ നടന്നപ്പോൾ അവിടെ കുറച്ചും കൂടെ ചീപ്പായിട്ട് കണ്ട പോലെ തോന്നി. മേ ബി ഇന്നൊരു ആഫ്റ്റർനൂൺ ഒന്നും കൂടെ ബ്ലൂമൻ മാർക്കറ്റിൽ പോയിട്ട് അവിടെ നിന്നായിരിക്കും ഞാൻ വാങ്ങുന്നത്. ഇവിടെ ഒത്തിരി സ്ട്രീറ്റ് ഫുഡ്സൊക്കെ ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതൊരു നല്ല ഓപ്ഷനാണ് കേട്ടോ. പക്ഷെ ഞാൻ ഉദ്ദേശിച്ച് വന്ന കടയൊന്നുമില്ല എന്നാണ് ഗൂഗിളിൽ പറയുന്നത്. എന്നാലും ഞാനൊന്ന് പോയി നോക്കുകയാണ്. കാരണം കുറേ പേരുടെ കയ്യിലൊക്കെ ഈ സ്ട്രൂപ്പ് വാഫിൾ കാണുന്നുണ്ട്. അപ്പം കിട്ടുവാണെങ്കിൽ വെൽ ആൻഡ് ഗുഡ്, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. ഓക്കെ, വേറെ ഒരു സ്ഥലം കാണുന്നുണ്ട് സ്ട്രൂപ്പ് വാഫിളിൻ്റെ. ഇവിടെ നല്ല തിരക്ക് കാണുന്നുണ്ട്. നല്ലതായിരിക്കും തോന്നുന്നു, അറിയത്തില്ല. ഒന്ന് വാങ്ങിച്ചാലോ? പക്ഷെ ഞാൻ ഏതായാലും അങ്ങ് വരെ ഒന്ന് നടന്നിട്ട് തിരിച്ചു വരുമ്പോൾ വാങ്ങിക്കാം. ഇതായിരുന്നു ഞാൻ തപ്പി വന്നത്. പക്ഷേ ഇതൊന്ന് ക്ലോസ്ഡ് ആണ്. സോ വേറെ എവിടെന്നെങ്കിലും ഒരു സ്ട്രൂപ്പ് വാഫിൾ ട്രൈ ചെയ്യാം. പക്ഷേ എനിക്ക് അവിടെ നിന്ന് ട്രൈ ചെയ്യണമെന്ന് നല്ല ആഗ്രഹമായിരുന്നു. കാരണം ഒത്തിരി റിവ്യൂസൊക്കെ കണ്ടായിരുന്നു, കുറേ ബ്ലോഗിലൊക്കെ കണ്ടായിരുന്നു. ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പം കുറച്ചും കൂടെ നടക്കുവാണ്. കുറച്ചുകൂടെ നടന്നു കഴിയുമ്പം എവിടെന്നെങ്കിലും ഒരെണ്ണം വാങ്ങി ട്രൈ ചെയ്യാം. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാത്തതുകൊണ്ട് എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. സോ ഞാൻ എന്താ ഇവിടെ ഒരു ഷോപ്പിൽ going to try some noodles. ആ നൂഡിൽസ് ആക്ച്വലി ഒത്തിരി ഉണ്ടായിരുന്നു. എനിക്ക് ശരിക്കും വയറ് നിറഞ്ഞു. ഇനി സ്ട്രൂപ്പ് വാഫിൾ ട്രൈ ചെയ്യണം എന്നുണ്ട്. പക്ഷേ അറിഞ്ഞുവിടാൻ പറ്റുമെന്ന്. പിന്നെ അതിനേക്കാൾ മുന്നേ എനിക്ക് എന്തെങ്കിലും കുടിക്കണം എന്നുണ്ട്. ആകെപ്പാടെ കൺഫ്യൂഷനായി കേട്ടോ. ഇവിടെ ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ ഒരുപാടുണ്ട്. പിന്നെ മെയിൻ നമ്മൾ സിറ്റി സെൻറ്ററിൽ നിന്ന് ട്രൈ ചെയ്യുന്നതിനെക്കാട്ടിലും എന്തുകൊണ്ടും ചീപ്പാണ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ട്രൈ ചെയ്യുന്നത്. ഐ ഗെസ് ഈവൻ ദ സ്ട്രൂപ്പ് വാഫിൾ ഈ റൂഡീസ് എന്ന് പറയുന്ന ഷോപ്പ് അതിൻ്റെ ഫ്രണ്ടിലെത്തി. ഇവിടുത്തേനേക്കാൾ ഒരു 3 ഇരട്ടിയാണ് ഈ നമ്മൾ ആംസ്റ്റർഡാം ടൗണിൽ കാണുന്ന ഷോപ്സിലെന്നാണ് ഞാൻ പല വീഡിയോസിലൊക്കെ കണ്ടത്. പക്ഷേ ഇതിപ്പോൾ ഓപ്പൺ അല്ലാത്തതുകൊണ്ട് ഐ എം നോ വൺ ടു കമൻറ്റ്. ബട്ട് എനിക്കിപ്പോൾ എന്തെങ്കിലും കുടിക്കണം. ഞാൻ ഈ സ്ട്രൂപ്പ് വാഫിൾ ട്രൈ ചെയ്യുമ്പോഴാണ് ഞാൻ വാങ്ങിച്ചത് കാരമലാണ്. ഇതിൻ്റെ ന്യൂട്ടല വേർഷനും ഉണ്ട്, ചോക്ലേറ്റ് ഉണ്ട്. പക്ഷേ എനിക്കിപ്പം അത്രയും സ്വീറ്റായിട്ട് കഴിക്കാൻ തോന്നുന്നില്ല. അതുകൊണ്ട് കാരമൽ വേർഷനാണ് ഞാൻ വാങ്ങിച്ചത്. കൊള്ളാം. ഭയങ്കര ലൈറ്റാണ്, ഞാൻ വിചാരിച്ച പോലെയല്ല. കൊള്ളാം. പക്ഷെ എനിക്ക് ഒന്ന് ന്യൂട്ടല്ല വാങ്ങിക്കാൻ നന്നായും തോന്നും. ഇതെനിക്കിഷ്ടപ്പെട്ടു. വലിയ ഓവർ സ്വീറ്റ് അല്ല. I like it. 'Cause I finally found my own pair of wings. I'm learning that life is a beautiful thing. I'll never give up. I'll never give in. I'll keep believing in this city.
വന്നിട്ട് ഏറ്റവും കൂടുതൽ വാങ്ങിച്ചിരിക്കുന്നൊരു സാധനം എന്താ, ഈ ഓറഞ്ച് ജ്യൂസാണ്. സ്പാറിൽ കിട്ടുന്നതാണ് ഇത്. എനിക്ക് തോന്നുന്നത് ഇതൊരു 4th ബോട്ടിലാണ് ഈ 4 ദിവസത്തിൽ. എൻ്റെ ഹോസ്റ്റലിൻ്റെ അടുത്തൊരു സ്പാറുണ്ട്, അവിടുന്ന് ഞാൻ എന്നും റൂമിലേക്ക് പോകുമ്പോൾ ഇതൊരെണ്ണം വാങ്ങിച്ചുകൊണ്ട് പോകും. നല്ല റിഫ്രഷിംഗ് ആണ്. അപ്പം ഇതാണ് ഞാൻ ആംസ്റ്റർഡാമിൽ ഏറ്റവും കൂടുതൽ വാങ്ങിച്ചിട്ടുള്ള ഐറ്റം. ഇന്നെൻ്റെ ഫൈനൽ ഈവനിങ് ഇൻ ആംസ്റ്റർഡാം ആണ്. ആൻഡ് ഐ എം ഡൂയിങ് ദിസ് കനാൽ ക്രൂസ് റൈറ്റ് നൗ. ആക്ച്വലി എനിക്ക് ആദ്യം ഞാൻ കുറച്ച് ഡൗട്ടിലായിരുന്നു, ചെയ്യണോ വേണ്ടയോ. കാരണം ഞാൻ ഓൾറെഡി ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞല്ലോ, ഗേത്തൂണിലെ മസ്റ്റ് ട്രൈ ആണെങ്കിലും എനിക്ക് നടന്ന് എക്സ്പ്ലോർ ചെയ്തായിരുന്നു കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത്. അപ്പം ആംസ്റ്റർഡാമിലും ഞാൻ ബോട്ട് റൈഡ് വേണ്ട, ബാക്കി നമുക്ക് മാക്സിമം നടന്ന് എക്സ്പ്ലോർ ചെയ്യാം, ബാക്കി പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻസ് എല്ലാം വെച്ചിട്ട് അങ്ങനെയായിരുന്നു വിചാരിച്ചിരുന്നത്. പക്ഷേ ഞാൻ ലാസ്റ്റ് മൊമെൻറ്റ് എടുത്തതാണ്. പക്ഷെ ഇതൊരു നല്ല ഡിസിഷനായിരുന്നു. കാരണം ഞാൻ നടന്ന് കാണാവുന്നതിനപ്പുറം കുറേ ഇവർ കവർ ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് ഓഡിയോ ഗൈഡുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കെല്ലാം പറഞ്ഞു തന്നിട്ട് ഇങ്ങനെ ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡ് അങ്ങനെ പറഞ്ഞ് നമുക്ക് ഫുള്ള്, ഞാൻ നടന്നിരുന്നെങ്കിൽ ഇതൊന്നും കാണാൻ പറ്റത്തില്ലായിരുന്നു. സോ ആംസ്റ്റർഡാമിൽ നിങ്ങൾ കനാൽ ക്രൂസ് റൈഡ് എടുക്കുന്നതിൽ തെറ്റില്ല കേട്ടോ. ഒരു മസ്റ്റ് ട്രൈ ആക്ടിവിറ്റിയാണ്. ഗേത്തൂൺ ഓൾസോ എടുക്കുന്നതിൽ തെറ്റുണ്ടെന്നല്ല പറഞ്ഞത്. പക്ഷെ നമുക്ക് ടൈം ഉണ്ട് എന്നുണ്ടെങ്കിൽ നടന്ന് എക്സ്പ്ലോർ ചെയ്യുന്നത് കുറച്ചും കൂടി, കാരണം നമുക്ക് നമ്മുടെ പേസിനനുസരിച്ച് ടൈം സ്പെൻഡ് ചെയ്യാമല്ലോ ഇഷ്ടപ്പെടുന്ന സ്ഥലങ്ങളിൽ. പക്ഷേ ഇത് അങ്ങനെയല്ല, ടോട്ടലി ഡിഫറെൻ്റ് ആണ്. സോ ദാറ്റ്സ് മൈ ഫൈനൽ ഈവനിങ് ഇൻ ആംസ്റ്റർഡാം. New York, I think about both your crazy blue eyes. I think about Manhattan, I don't know what happened, but I miss those times. Holding my hands on the subway so I wouldn't fall, still down I'd go, and you'd pick me up. Whether on those trains or when I felt low, running through streets like taxi cabs, I didn't know how good we had everything with us. Just know I miss it bad. I hope you think of me when you walk down Broadway, hear me singing when you hear street bands play. Hope you think of me when you go back to the city. Hope you see me at the Soho Diner, can't sleep when you pull no nighter. Hope you think of me when you go back to the city. Do you remember Brooklyn? We were so good back then. What a mess we made. From kisses on the river, from gold to silver, now we're just in gray. Sneaking our way onto rooftop skies, drunken songs of you and I, to nothing at all. It breaks my heart asking why, when we put city lights to shame, lit up streets with both our names. അങ്ങനെ ഒരു ദിവസം കൂടി കഴിഞ്ഞിരിക്കുകയാണ്. ഞാൻ തിരിച്ചെൻ്റെ ഹോസ്റ്റൽ റൂമിൽ വന്നു, ബാഗൊക്കെ പാക്ക് ചെയ്തു. നാളെ രാവിലെയാണ് എനിക്ക് നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലേക്കുള്ള ബസ്. അപ്പം പാക്കിംഗ് ഒക്കെ കഴിഞ്ഞു. ഞാനിനി ഒന്ന് റെസ്റ്റ് എടുക്കാൻ പോവാണ്. അപ്പോൾ അതിന് മുമ്പ് ഇന്നത്തെ ഈ വീഡിയോ ഒന്ന് വൈൻഡപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ലാസ്റ്റ് ഞാൻ പോയത് റെഡ് ലൈറ്റ് സ്ട്രീറ്റ് അവിടെയായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല. സോ ഓൾ ഐ ക്യാൻ ഡു ഈസ് ഷെയർ മൈ എക്സ്പീരിയൻസ് വിത്ത് യു. സോ അവിടെ ചെന്നപ്പം ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ആദ്യമായിട്ടാണ് ഒരു റെഡ് സ്ട്രീറ്റിൽ പോകുന്നത്. അപ്പം അവിടെ ചെന്നപ്പോൾ എൻ്റെ ഫസ്റ്റ്
ഫസ്റ്റ് എൻ്റെ ഒരു ഫീലിംഗ് എന്താണെന്ന് വെച്ചാൽ പേടിയായിരുന്നു. എന്തിനാണെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. നോൺ ഈസ് ഗോയിങ് ടു ഹേർട്ട് യു, ആരും പിടിച്ച് തിന്നത്തൊന്നുമില്ല. ബട്ട് സ്റ്റിൽ എനിക്ക് ആദ്യം വന്നൊരു ഫീലിംഗ് എന്ന് പറഞ്ഞാൽ പേടിയായിരുന്നു. പക്ഷേ കുറച്ച് അപ്പോൾ അത് പുറത്ത് കാണിക്കാതെ ഞാൻ കുറച്ചിങ്ങനെ കൂളായിട്ടൊക്കെ കുറേ നേരം നടന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഒന്നുമില്ല, നമുക്ക് നമ്മുടെ കാര്യം നോക്കി നടന്നാൽ മതി, വേറെ ആരും നമ്മളെ മൈൻഡ് ചെയ്യുന്നില്ല, വേറെ ആരും ഒന്നും നമ്മളെ നോക്കുന്ന പോലുമില്ല എന്നുള്ള കാര്യം നമ്മൾ കുറച്ച് കഴിയുമ്പോൾ നമ്മളത് റിയലൈസ് ചെയ്യും. അപ്പോൾ പ്രത്യേകിച്ച് പേടിക്കാനൊന്നുമില്ല മനസ്സിലായി. പിന്നെ കുറേ നേരം അതുവഴിയൊക്കെ നടന്നു. ഫസ്റ്റ് ടൈം ഉള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ അത്രയേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ആംസ്റ്റർഡാമിൽ എനിക്ക് തോന്നുന്നു ഞാൻ വിചാരിച്ചിരുന്ന കാര്യങ്ങളെല്ലാം എനിക്ക് കവർ ചെയ്യാൻ പറ്റി. ഞാൻ ട്രൈ ചെയ്യണം എന്ന് വിചാരിച്ചിരുന്ന ഫുഡ് ഐറ്റംസ് എനിക്ക് ട്രൈ ചെയ്യാൻ പറ്റി. ചുറോസ് മാത്രം എനിക്ക് ട്രൈ ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ കുഴപ്പമില്ല, ഞാൻ ഇനി പോകുന്ന സ്ഥലത്ത് ആണ്, ഇതിൻ്റെ മെയിൻ സ്ഥലത്തേക്കാണ് ഞാൻ പോകുന്നത്. സോ അതുകൊണ്ട് എനിക്ക് പ്രശ്നമില്ല, അവിടെ ചെന്നിട്ട് ട്രൈ ചെയ്യാം. അപ്പം ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുവാണ്. ഗുഡ് നൈറ്റ്.